മന്ത്രിമാർക്ക് പോലും വായിക്കാൻ അറിയത്തില്ല. കഴിഞ്ഞ വർഷം വായിച്ച നമ്പറുകൾ നമ്മൾ കണ്ടതല്ലേ. ആരെ അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ആരെയും പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഇല്ല. ഈ വിദ്യാഭ്യാസ നയം പൊളിച്ചെഴുതുന്ന സമയം കഴിഞ്ഞു. കേരളത്തിൽ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് പോലും എഴുത്തും വായനയും അറിയില്ലെന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രി. ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് മന്ത്രിയുടെ ഒരു പ്രസ്താവന, 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുത്തു വായനയും അറിയില്ല എന്നുള്ളത് ശരിക്കും അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതാണ്. അത് ഏറെക്കുറെ ശരിയാണ്. നമ്മുടെ ഈ വിദ്യാഭ്യാസ നയം പൊളിച്ചെഴുതുന്ന സമയം കഴിഞ്ഞു. അപ്പോൾ ഈ ഒന്നും അറിയാത്തവരെ ജയിപ്പിച്ചു വിടുന്നു എന്നാണോ? അങ്ങനെയാണ്. വിജയശതമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നടപടിയെന്ന് അങ്ങനെ കരുതാൻ കഴിയും. വിജയശതമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കേരളം നമ്പർ 1 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കും. അല്ല, അതിന് മന്ത്രി അന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വിജയശതമാനം നോക്കി വിദ്യാർത്ഥി സമൂഹവും ഒക്കെ സമരത്തിനിറങ്ങും, അതുകൊണ്ട് എങ്ങനെ പറ്റുമെന്നാണ് പറയുന്നത്. അത് ഭരിക്കുന്ന ഭരണവർഗത്തിലെ അല്ലെങ്കിൽ ഭരണമുന്നണിയിലെ ഒരു മന്ത്രി തന്നെയാണ് അത്തരത്തിലൊരു അഭിപ്രായം പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അതിനെ എതിർത്തു. എങ്കിൽ പോലും ഈ അഭിപ്രായത്തോട് എങ്ങനെ യോജിക്കുന്നു എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ സമരം ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ എന്തായാലും വിദ്യാഭ്യാസ നയത്തിലൊക്കെ പുതിയ മാറ്റങ്ങൾ വരുന്നതും നല്ലതാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നത് എപ്പോഴും നല്ലതാണ്. സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ശരിക്കും മന്ത്രി പറഞ്ഞത് ശരിയാണെന്നാണ് പറയുന്നത്. മന്ത്രി പറഞ്ഞാൽ ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ശരിയോ ആവാം. അത് പുതിയ നയങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ. കൊണ്ടുവന്നിട്ടല്ലേ സമരം ചെയ്യൂല എന്നൊക്കെ ഉള്ളത് പറയേണ്ടത്. അത് പിന്നുള്ള കാര്യമാണ്. എന്തായാലും പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരണം. കുറേ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട രീതിയിലല്ല എന്ന അഭിപ്രായമുണ്ട്. ലോകം വളരുന്നതിനനുസരിച്ച് അത്രത്തോളം രീതിക്ക് നമ്മൾ പോകുന്നില്ല എന്നാണ്. അതുകൊണ്ടല്ലേ ഇവിടെയുള്ള പിള്ളേരെല്ലാം മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കേണ്ടി വരുന്നത്. ആ രീതിക്ക് അനുസരിച്ച് കേരളവും മാറണം. അപ്പം മന്ത്രി പറഞ്ഞ ഈ അഭിപ്രായം ശരിക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശരിക്കുമുള്ള ഒരു അഭിപ്രായമാണ്, പലരുടെയും അഭിപ്രായമാണ്. അങ്ങനെ വിലയിരുത്താൻ കഴിയും. സംസ്ഥാനത്തെ ഒരു മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾ എഴുതാനും വായിക്കാനും അറിയാത്തവരാണ്. ആ അഭിപ്രായത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് തെറ്റായ അഭിപ്രായമാണ്. ഇത് പഠിക്കാൻ സ്കൂളിലോട്ട് പോകാത്തവർ തന്നെ നല്ല രീതിയിൽ നമ്മളുടെ നേരത്തെ ഉള്ള ആൾക്കാർ നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും അറിയാമെന്നുള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ കോളേജിൽ പോകുന്ന ആൾക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. ഇപ്പോൾ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് എഴുതാനും വായിക്കാനും അറിയണമെന്നില്ല. അത് അവരുടേതായ ആശയ സംവേദനത്തിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. പക്ഷെ മന്ത്രി പൊതുവിൽ പറഞ്ഞത് പറയാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള അത്തരത്തിലുള്ള അഭിപ്രായം പാടില്ല. അങ്ങനെ ആരെയും അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ ആരെയും പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഇല്ല. ഇതേ മന്ത്രി തന്നെ പല അഭിപ്രായങ്ങളും പറഞ്ഞ് വിവാദത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ഒരിക്കൽ രാജിവെച്ച് വീണ്ടും മന്ത്രിയായ ആളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ അഭിപ്രായം നമ്മുടെ വിദ്യാഭ്യാസ സമൂഹത്തിൽ തന്നെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നതായിരുന്നു എന്ന് പറയുന്ന അഭിപ്രായങ്ങളും വരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അതിനെ എതിർത്ത് തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്. അല്ല, ഒരിക്കലും ഒരു മന്ത്രിയായിട്ട് ഇരിക്കുന്ന ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള കുട്ടികൾ പഠിക്കാതെയാണ് എഴുത്തു വായന അറിയാത്തവരാണ് ജയിച്ചു വരുന്നത്. അത് എന്താ, ഒന്നും പഠിക്കാതെ എഴുതാതെയും പരീക്ഷ പാസ്സാവത്തില്ല, ഒരിക്കലും ഇല്ല. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കേരളത്തിലുണ്ട്. ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും നല്ല രീതിയിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയാണ് കുട്ടികളുടെ വിജയശതമാനവും. നമ്മളിപ്പോ അവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത് എങ്ങനെയായാലും. അപ്പോൾ ആ ഒരു മന്ത്രി എങ്ങനെ പറഞ്ഞത് തെറ്റാണ്. അതിൽ പൊതുസമൂഹത്തിന്റെ പ്രതികരണം ഉയർന്നു വരണ്ടേ? നല്ല രീതിയിൽ ഉയർന്നു വരണം. മറ്റൊരു കാര്യം, ഇതിന്റെ മറ്റൊരു വശം, നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസ രീതി ഈ ഉയർന്നു വരുന്ന വിജയശതമാനം. നേരത്തെ 1-2 പേര് അഭിപ്രായം പറഞ്ഞു. അവർ പറഞ്ഞത് വിജയശതമാനം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ അത് ബാധിക്കും. അപ്പം നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ചെയ്യുന്നവരും പരീക്ഷ അതുപോലെ എഴുതുന്നവരെ മാത്രമേ വിജയിപ്പിക്കാവൂ എന്നൊരു അഭിപ്രായവും പല വിദ്യാഭ്യാസ വിദഗ്ധരും പറയുന്നുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിലും മെച്ചപ്പെട്ട രീതിയിലും എക്സാം എഴുതി നല്ല മാർക്കോട് കൂടി ജയിക്കുന്നത് നല്ലതാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, 10ാം ക്ലാസ് പാസ്സായവർക്ക് എഴുതാനും വായിക്കാനും പോലും അറിയില്ല. പത്രം വായിച്ചില്ലായിരുന്നോ? എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം?
വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അഭിപ്രായം പറയോ? അങ്ങനെ പറഞ്ഞത് മോശമായി പോയെന്നാ? എന്താ കാര്യം? എന്താ വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് പോലും വായിക്കാൻ അറിയത്തില്ല. കഴിഞ്ഞ വർഷം വായിച്ച നമ്പറുകൾ നമ്മൾ കണ്ടതല്ലേ. മന്ത്രിമാർക്കും അത്ര വലിയ വിദ്യാഭ്യാസ ഇല്ല. ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല. 10ാം ക്ലാസ് പറയാൻ പറഞ്ഞോളൂ. എന്നിട്ട് അങ്ങനെ 10ാം ക്ലാസ് പാസ്സായൊക്കെ വായിക്കാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ അത് അവിടെ മാത്രം തെറ്റല്ലല്ലോ, ഇവിടുത്തെ സിസ്റ്റത്തിനെയും കൂടെ ഒരു തെറ്റായിരിക്കും. സിസ്റ്റത്തിനെയാണ് അവഹേളിച്ചത്, മന്ത്രി തന്നെയാണ് അവഹേളിക്കുന്നത്. പക്ഷെ അതും മന്ത്രി എങ്ങനെ പറയുന്നത്, എന്നാ മന്ത്രിമാരുടെ ഇടയിൽ തന്നെ അത് ഇത്രയും ഇല്ലേ? വിദ്യാഭ്യാസം ഇല്ലാത്തവര് ഉണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത നമുക്കറിയില്ലല്ലോ. പറഞ്ഞോളൂ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ കാണുന്നുണ്ടല്ലോ മീറ്റിംഗ് വരുമ്പോഴെല്ലാം. അതുകൊണ്ട് 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരെ എങ്ങനെയാണ് ജസ്റ്റ് പറയാൻ മാർക്ക് കണ്ടിട്ട് പറയാൻ പറ്റുക? അതിനകത്ത് പറഞ്ഞൊരു അഭിപ്രായം, ആൾപാസ് അത് ഒരു വലിയൊരു പ്രവണതയായി വരുന്നു. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? ഓൾ പാസ് ചെയ്യാൻ പാടില്ല, എന്നാലും ഒരു ബേസിക് നോളജ് ഉള്ള എല്ലാവരെയും ജയിപ്പിച്ചു വിടണം. അല്ല തോപ്പിച്ചെന്നെ വിടണം, എന്നാലേ പഠിക്കും. എങ്കിലല്ലേ പഠിത്തത്തിനൊരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ പഠിത്തം എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര സ്ട്രീം ലൈൻഡ് ആണ്. ഒരു ഇപ്പം സ്കൂളിൽ പഠിക്കുന്നെന്ന് പറഞ്ഞാൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അത് 10ാം ക്ലാസ് വരെ കമ്പൾസറി ആയിട്ട് അതിൻ്റെ സിലബസും എല്ലാവർക്കും കമ്പൾസറി അങ്ങനത്തെ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം ആ സബ്ജക്റ്റിൽ ഒരാൾ പ്രൊഫഷണൽ അല്ല എന്ന് പറഞ്ഞാൽ അവരെ ഫെയിൽ ആക്കണം എന്നുള്ള എന്ത് ബേസിസിലാണ്? ആ സബ്ജക്റ്റിന് വേണ്ടി മാത്രമാണോ നമ്മൾ പഠിക്കുന്നത്? ഇപ്പം കെമിസ്ട്രിയിൽ പ്രൊഫഷണൽ ആവാൻ വേണ്ടി മാത്രമല്ലല്ലോ നമുക്ക് എല്ലാ വിഷയവും. അപ്പം എല്ലാ വിഷയത്തിനും അത് വേണമെന്നില്ല. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട വിഷയങ്ങൾ മലയാളം അല്ലെങ്കിൽ വലിയ ലാംഗ്വേജ് പിന്നെ മാത്സ് അങ്ങനത്തെ വിഷയങ്ങൾ മാത്രം മതി. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ഈ സയൻസ് ഫീൽഡും സയൻസ് അല്ലെങ്കിൽ കോമേഴ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഡിവിഷനായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പം ആ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ ഓൾ പാസ് കിട്ടാൻ അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. എന്ന് പറഞ്ഞ് പാസ്സാവാത്തവർക്ക് കഴിവില്ല, അങ്ങനെയല്ല. അപ്പോൾ ഈ ജയിച്ച് ഫുൾ A+ വാങ്ങിയവരും അതല്ല അല്പം കുറഞ്ഞവരൊക്കെ പഠിച്ചു നേടിയവരല്ലേ, അവരെ എങ്ങനെ ആക്ഷേപിക്കാവോ? അവരെ ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷെ അത് ഓരോരുത്തരുടെ ഫീൽഡാണ്. A+ നേടിയവരുടെ ഫീൽഡ് അതായിരിക്കും. പക്ഷെ A+ നേടാത്തവര് അവരെ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ. അവരെയും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ധാർമ്മിക ബാധ്യത സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദഗ്ധരുടെ. അവർ തന്നെ ഇങ്ങനെ ജയിച്ചു കയറുന്നവരൊന്നും എഴുതാനും വായിക്കാനും അറിയാത്തവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരിലുണ്ടാകുന്ന മതിപ്പ് എന്തായിരിക്കും? ഇത്തരം മന്ത്രിമാരെ കുറിച്ച് എന്ത് പറയാനാണ്? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ നോ കമന്റ് പറയാൻ കഴിയുന്നില്ല. ഇവിടെയോ മന്ത്രിമാര് ഇപ്പോൾ ഉള്ള മന്ത്രിമാരെല്ലാവരും ഓൾമോസ്റ്റ് കുറേ പേര് അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല. മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാവരും 60 വയസ്സിന് മേലുള്ള ആൾക്കാരാണ്. അപ്പോൾ പ്രായത്തിൻ്റെയും കൂടെ ഒരു ചൊറിയായിരിക്കും. പ്രായം കയറുമ്പോൾ എന്തെങ്കിലും പറയാൻ തോന്നുന്നതായിരിക്കും, അതാണ് ചാൻസ്. പക്ഷേ മെയിൻ പോയിന്റാണ് 10ാം ക്ലാസ് ഓൾ പാസ് ചെയ്യില്ല, അത് തെറ്റാണ്. കാര്യം A+ നല്ലതായിട്ട് പഠിച്ച A+ കിട്ടിയവർക്ക് അതൊരു മോശമാണ്. എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം. പക്ഷെ നമ്മുടെ ബാക്കി ഇന്ത്യയിൽ ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് നല്ല എഡ്യൂക്കേഷൻ ആണെന്നാണ് ഒരു പൊതുവേ ഉള്ളൊരു ധാരണ. പക്ഷേ ഇവിടെ എഡ്യൂക്കേഷൻ്റെയും നല്ല പ്രശ്നതാണ്. എനിക്ക് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ ഒരു 2 ഫീൽഡ് കാണും, 3 ഫീൽഡ് കാണും, അത് എല്ലാവർക്കും അറിയത്തുള്ളൂ. അതിനു വേണ്ടി മാത്രം പഠിപ്പിച്ചു കൊണ്ടുവന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒരാൾ ഇങ്ങനെ 10ാം ക്ലാസ് പാസ്സായൊരു ബുദ്ധിയിലെന്ന് പറയുന്നത് അങ്ങേരുടെ കടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മാത്സിലും അതിലെല്ലാം നല്ലതായിട്ടുള്ള ഒരാളെ A+ നേടുന്ന അവരുടെ കഴിവുകൊണ്ടാണ്. പക്ഷെ അതിൽ കഴിവില്ലാത്തവർക്ക് A+ നേടാൻ പറ്റണമെന്നില്ല. എന്ന് പറഞ്ഞാൽ അവരെ പാസ്സാക്കണം എന്നല്ല, പക്ഷെ അവർക്കും വേണ്ടി ഒരു ഇച്ചിരി കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഓൾ പാസ് ഇതിൻ്റെ ഡിസ്കഷൻ അത്ര ആവശ്യം വരത്തില്ല. അല്ല, മന്ത്രി അങ്ങനെ പറഞ്ഞു എന്നതിനെ കുറിച്ചാണ് ഡിസ്കഷൻ വേണ്ടി വന്നത്. അത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അതിനെ തിരുത്തി. അപ്പോഴാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. മലപ്പുറത്ത് എത്ര ലക്ഷക്കണക്കിന് സീറ്റിന്റെ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് നമ്മുടെ നാട്ടിലുള്ളത്. വ്യത്യസ്തമായ കണക്കുകളാണ് മന്ത്രി പറഞ്ഞത്.
എത്ര ലക്ഷത്തിന്റെ സീറ്റ് കുറവുള്ളതെന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് സീറ്റൊക്കെ കുറവ് പോലെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ പറയുന്നത്. ലക്ഷമൊന്നും പുള്ളിക്ക് ഒന്നും അല്ലാത്ത പോലെയാന്ന് പറയുന്നത്. 900-ന്റെ ആളാണ്. 900, അതെ, ഇപ്പോഴും 900 കിടക്കുന്ന ആളാണ്. സംസ്ഥാനത്തെ ഒരു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 10ാം ക്ലാസ് നല്ല മാർക്ക് വാങ്ങിച്ച് വിജയിച്ച വിദ്യാർത്ഥികൾ പോലും, അല്ലെങ്കിൽ ജയിച്ച വിദ്യാർത്ഥികൾ പോലും മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നില്ല പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതാനും വായിക്കാനും അറിയണ്ടേ? പത്രം വായിക്കാത്തതിന്റെ പ്രശ്നമാണ്, പിന്നെ വേസ് അവർക്ക് കിട്ടാത്തോണ്ടാണ്. പഠിച്ചു ജയിച്ച വിദ്യാർത്ഥികളെ കുറിച്ച് കേരളത്തിലെ നമ്മുടെ മലയാളികളായ കേരളീയരായ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിയുടെ പരാമർശം നമ്മളെയൊക്കെ വേദനിപ്പിച്ചില്ലേ? അവര് ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് പിന്നെ എക്സാം ചെയ്യുന്ന മറ്റേ പത്രം വായിക്കുന്നില്ല, മലയാളം പത്രം വായിക്കണോ, പുസ്തകങ്ങൾ ലൈബ്രറി കയറിയിട്ട് പുസ്തകങ്ങൾ വായിക്കണം, അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ബൈഹാർട്ട് പഠിക്കാൻ എക്സാം എഴുതാൻ നല്ല മാർക്കോട് പാസ്സാവാൻ. അവരെയാണ് എഴുത്തു വായന അറിയാത്തവരാണെന്ന് പറഞ്ഞത്. നല്ലോണം പത്രം വായിക്കുക, ബുക്സുകൾ മെയിനായിട്ട് നമ്മളെ മാതൃഭാഷ കഴിഞ്ഞിട്ടല്ലേ, ബാക്കി ഇംഗ്ലീഷും വേണോ ബാക്കിയുള്ള ലാംഗ്വേജ് ഒക്കെ വേണം, എന്നാലും മാതൃഭാഷ നല്ലോണം ഒന്ന് ഇതാക്കില്ലേ. അതിനു വേണ്ടിയിട്ടുള്ള പ്രചോദനമാണോ മന്ത്രി നടത്തിയത്? അല്ല, അവര് മലയാളം പഠിക്കണം പഠിക്കണമെന്നില്ല, നമുക്ക് വേണ്ടി നന്മ ഉദ്ദേശിച്ചാണ് പറഞ്ഞതല്ലേ? കണ്ണൂരുകാരായോണ്ടാണ് അങ്ങനെ പറയണത്. അല്ല അങ്ങനെയല്ല, ഏത് നാട്ടിലെ ആൾക്കാരായാലും നല്ലതാണ്. ഏത് നാട്ടിലെ ആൾക്കാരായാലും നല്ലത് എവിടെ കാണുന്നത് നല്ലതാണെന്ന് പറയും. സംസ്ഥാനത്തെ ഒരു മന്ത്രി 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് എഴുതാനും വായിക്കാനും പോലും അറിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു അഭിപ്രായത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മൾ യോജിക്കാൻ പറ്റുന്ന അല്ലല്ലോ, മന്ത്രിക്ക് അത് പറയാൻ പാടില്ലാത്ത. അതാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ചോദിക്കുന്നത്. അതെ, മന്ത്രി അത് അങ്ങനെ പറയാൻ പാടില്ല. അത് മന്ത്രി എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഉള്ളവർ കാണുമായിരിക്കാം, പക്ഷെ നമ്മൾ അതിനോട് യോജിക്കുന്ന പാർട്ടിയല്ല. 10ാം ക്ലാസ് പാസ്സായവരൊക്കെയാ, അപ്പൊ മന്ത്രിക്ക് അത് പറയാൻ പറ്റുമോ? അപ്പൊ അത് നമ്മളങ്ങനെ അംഗീകരിക്കാം? നമ്മുടെ കുട്ടികളൊന്നും എഴുത്തും വായനയും അറിയാത്തവരാണ്, പാസ്സായി പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിലുണ്ടാകുന്ന ഒരു മാനസികമായി ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അത് വിഷമാവസ്ഥ തന്നെ ആയിരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. ഒരു മന്ത്രിയെ സംബന്ധിച്ചുള്ളത് പറയാൻ പാടില്ല. മന്ത്രി അത് 10 പോയിട്ടുണ്ടോന്ന് തന്നെ അറിയാവുന്ന മന്ത്രി അത് ചോദിക്കേണ്ട കാര്യം തന്നെ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പറയാൻ പാടില്ല. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താൻ വേണ്ടി മന്ത്രി ഉദ്ദേശിച്ചതാണോ അത്? അതായിരിക്കാം. പക്ഷെ അതിങ്ങനെ പ്രതികരിച്ചുകൊണ്ടാണോ അങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രി തിരുത്തി പറഞ്ഞു? അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി. വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നോട്ട് പോയ കേരളീയ സമൂഹത്തിന് മന്ത്രിയുടെ പരാമർശം മോശമായ ചിത്രം വ്യക്തമാക്കുമെന്ന് ഏറെ പേർ അഭിപ്രായപ്പെടുന്നു. മന്ത്രി തിരുത്തട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.